أكبر الله أكبر الله أكبر الله أكبر. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ പുൽവട്ട മസ്ജിദ് പുനർനിർമ്മാണത്തിൻ്റെ വീഡിയോ ആണ്. പുനർനിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അപ്പോൾ പള്ളി അതിമനോഹരമായി ഉള്ളൊക്കെ ഉഷാറാക്കി സീലിംഗ് ചെയ്ത് AC ഒക്കെ വെച്ച് അതിന് പുറത്തേക്ക് സെപ്പറേറ്റ് ഒരു അടിപൊളി ഡോറൊക്കെ വെച്ച് വാതിലൊക്കെ വെച്ച് നല്ല അടിപൊളി മനോഹരമായൊരു മസ്ജിദായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന വേള, അതുപോലെ തന്നെ പൊതുസമ്മേളനം, ഒരു പൊതുയോഗം അവിടെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. അതിൻ്റെ സ്വാഗതം പറഞ്ഞത് ഉണ്ണീൻകുട്ടിയാണ്. അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് മഹല്ല് ഖാദി, പിന്നെ നമ്മുടെ മുൻ ഖാദിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു. വാക്കോട് മെയ്തീൻകുട്ടി, ഫൈസി അടക്കം ഒരുപാട് ഉസ്താദ് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് മുനീർ ഹുദവിയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ്. ആ ഒരു ചടങ്ങിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ മുനീർ ഹുദവിൻ്റെ പ്രഭാഷണം ഞാൻ അടുത്ത വീഡിയോയിൽ ഘട്ടം ഘട്ടമായി നല്ല അതിമനോഹരമായി മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രസംഗങ്ങളാണ് മുനീർ ഹുദവിൻ്റെ നടത്തിയിട്ടുള്ളത്. എന്തായാലും അത് ഞാൻ നിങ്ങളുടെ ഘട്ടം ഘട്ടമായി നമ്മുടെ ചാനലിൽ പങ്കുവെക്കാം. انصر خني ولي مربوط سر المعنين مربوط سر المعنين انصر خني ولي يا انصر خني ولي انصر خني ولي واللي يشعرني തങ്ങളുടെ ചെടികൾ മുറുകെ പിടിക്കുവാനുള്ള അങ്ങനെ ഒരു മുഅ്മിനായ മുസ്ലിമിൻ്റെ മാതൃകാ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകും. നമുക്കറിയാം, കേരളത്തിൽ മഹരുതന്മാരായ ഇസ്ലാമിക പ്രബോധകർ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ എത്തിച്ചേർന്ന ചരിത്രമാണുള്ളത്. അവരുടെയൊക്കെ ജീവിത സംസ്കാരത്തിൽ ആകർഷകരായിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നത്. ആക്രമണം കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ മറ്റുവിധ ത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടിയുള്ള, പക്ഷേ അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് അവർ നമ്മിലേക്ക് അടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ പകർന്നു തന്ന മാതൃകയാണ് ഇന്നും നാം പിന്തുടരുന്നത്. മസ്ജിദുകളും ദർസുകളും മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും ഇവിടെ ഉയർന്നു വന്നത് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിലാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മലയാളി മുസ്ലിം സമൂഹമുള്ള വിദേശങ്ങളിലുമൊക്കെ തന്നെ ഏറ്റവും ഉന്നതമായ മദ്രസ സംവിധാനത്തിൽ കൂടി പിഞ്ചുമക്കൾ ദീനി വിജ്ഞാനം നുകരുകയും അതുപോലെ തന്നെ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിക്കുവാൻ അവർക്ക് അറിവ് നൽകിക്കൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും ദീനിനും രാജ്യത്തിനുമൊക്കെ ഉപകരിക്കുന്നവരായി ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി വാർത്തെടുക്കപ്പെടുന്നത് മദ്രസകളിൽ കൂടിയാണ്. അതുപോലെ തന്നെ ദർസുകൾ പഠിച്ചുകൊണ്ട്
നമ്മെ നയിക്കുവാൻ പ്രഗത്ഭമതികളായ അലിമീങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. കോളേജുകൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വളരുന്ന യുവ പണ്ഡിതന്മാർ കേരളത്തിലെ മലയാളി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലുമൊക്കെ തന്നെ ശുദ്ധ ദീനിൻ്റെ ദൗത്യത്തിനായി പ്രവർത്തിക്കുവാനും നേതൃത്വം നൽകുവാനും പ്രാപ്തരാണ്. ബഹുഭാഷാ പരിജ്ഞാനം നൽകിക്കൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ രംഗത്തുള്ളത്. എന്നാൽ സമൂഹം വളരെ അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും ഒക്കെയാണ് കൂട്ടുകുത്തുന്നത്. സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത ലിബർനസ് എല്ലാ സമയത്തും പള്ളിയിലേക്ക് ജമാഅത്തിനെത്താൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ മദീന പള്ളിയുടെ പരിസരത്ത് സ്ഥലം കിട്ടാനുണ്ട് എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചു. ആ അവസരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യം, ഞങ്ങൾക്ക് എപ്പോഴും പള്ളിയിൽ വരാൻ സൗകര്യത്തിൻ്റെ അടുത്തേക്ക് വരലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങി ഞങ്ങൾ താമസം ഇങ്ങോട്ട് മാറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ബനീ സലമ ദിയാറക്കും തുക്തബ് ആസാറക്കും എന്നാണ്. ഓ ബനൂ സലീം ഗോത്രക്കാരെ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗോത്രം കൂടിയാണ്. നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് തന്നെ താമസിക്കുക. അവിടെ നിന്ന് പള്ളിയിലേക്ക് വരിക. എന്നാൽ ആഹാരക്കും നിങ്ങൾ ഓരോ ചവിട്ടടിയും നന്മകളായിക്കൊണ്ട് അല്ലാഹു തആലയുടെ അടുക്കൽ രേഖപ്പെടുത്തും എന്നാണ്. ആ നിലക്കുള്ള പ്രോത്സാഹനങ്ങളാണ്. അന്നൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും പള്ളിയിൽ വരും. ആ പള്ളിയിൽ വരുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കൂടി നമ്മൾ അവിടെ കാണേണ്ടതുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. ആരെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മെല്ലെ അത് ചൂണ്ടിച്ച് മറ്റുള്ള ആളുകളൊന്നും അറിയാതെ തന്നെ അറിയേണ്ടത് അറിഞ്ഞു കൊടുക്കും. അതൊക്കെ തിരിച്ചു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരാളെ ഒന്നോ രണ്ടോ ജമാഅത്തിന് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കണ്ടില്ല എങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ പറ്റി അവൻ എവിടെ പോയി, അവനെന്തേ പറ്റി എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അപ്പോൾ സുഖമില്ലാന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂടി കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കും, അയാൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കും. അതൊക്കെ ഇതാണ് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക, ലോകോത്തര മാതൃകയാണ്. അതാണ് വാസ്തവത്തിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ആ പാരമ്പര്യം നിലനിർത്തൽ ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിൻ്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ റമളാൻ അതുപോലെയുള്ള കാലങ്ങളിലൊക്കെ പ്രത്യേകം ആരാധനാ കർമ്മങ്ങൾ ശറഈനനുസരിച്ച് തന്നെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ. പള്ളിയിൽ വരുമ്പോൾ സംസാരം ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ വെച്ചാണ്ട് പോവുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കമ്മിറ്റിക്ക് പോകേണ്ടി വരില്ലേ? അങ്ങനെ അത്യാവശ്യമുള്ള സംസാരങ്ങൾ ബാക്കിയൊക്കെ ഗേറ്റിനെ വെച്ചാണ്ട് പോവുക. എന്നിട്ട് പള്ളി നമ്മൾ ദിക്റിനും സ്വലാത്തിനും ഖുർആൻ പാരായണത്തിനും ഇബാദത്തുകൾക്ക് മാറ്റുക. അതാണ് പള്ളി പരിപാലനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധകരമായ ഒരു ഭാഗമെന്ന് കൂടി ഉണർത്തുന്നു. നമ്മളിങ്ങനെ സംസാരിക്കാനല്ല, ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണ് നമുക്ക് പ്രയാസമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പള്ളിയുടെ പരിപാലനത്തിന് വലിയ മഹത്വം ശറഈ കൽപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആദരിക്കേണ്ടവരെയെല്ലാം ആദരിക്കാം, ആദരിക്കേണ്ട സ്ഥലങ്ങൾ ആദരിക്കാം.